വെൽക്കം ബാക്ക്. അമാൽഗമേഷൻ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. ലാസ്റ്റ് വീഡിയോയിൽ ക്ലാരിറ്റിന്റെ പ്രോബ്ലം ഉണ്ടായി, ഈ വീഡിയോയിൽ അത് ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സി വാട്ട് ഈസ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ? നിങ്ങൾ നിങ്ങളുടെ ബേസിൽ തിങ്ക് ചെയ്താൽ നിങ്ങളുടെ സ്വന്തം വീട്, എൻ്റെ വീട് ചേതന. സോ അതിനെ ഞാൻ ഐ എം ഗോയിങ് ടു ഡിമോളിഷ് ഇറ്റ്. ഞാൻ അതിനെ പൊളിച്ചു, ലിക്വിഡേറ്റ് ചെയ്തു അല്ലേ? നമ്മുടെ കമ്പനീൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലിക്വിഡേറ്റ് ചെയ്തു. ഞാൻ പുതിയൊരു വീടുണ്ടാക്കി, പുതിയ പേരിൽ ഞാൻ തന്നെ. ഐ മൈസെൽഫ് ഡിമോളിഷ് മൈ ഹൗസ്. എന്നിട്ടോ ഞാൻ പുതിയൊരു വീടുണ്ടാക്കി, ന്യൂ ചേതന എന്നുള്ള പേരിൽ. വൈ ഐ ഡിമോളിഷ്ഡ്? എൻ്റെ വീട് എന്തിനാ ഞാൻ പൊട്ടിച്ച് കളഞ്ഞത്? ഭയങ്കര ചോർച്ച, ഭയങ്കര വിള്ളൽ. ബിക്കോസ് ഐ ആം സഫറിങ് ലോസ്. എനിക്ക് നല്ല ലോസ് വരുന്ന ആ വീടിനെ കൊണ്ട്. സോ ഞാനത് പൊട്ടിച്ച് പുതിയ വീടുണ്ടാക്കി. സോ പുതിയൊരു പഴയത് ലിക്വിഡേറ്റ് ആവുന്നു ആൻഡ് ദർ ഇസ് വൺ ഫോർമേഷൻ. അതിന് നമ്മൾ കമ്പനി അക്കൗണ്ട്സിലോട്ട് വരുമ്പോൾ അതിന് നമ്മൾ വിളിക്കും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. ലെറ്റ്സ് സീ. എ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഹ്യൂജ് ലോസ്, എപ്പോഴും ലോസ് സഫർ ചെയ്യുന്ന. ദ റീസൺ ഫോർ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ലോസ് മാത്രമല്ല, ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ പറയുന്നു. ഈ എ ലിമിറ്റഡ് വൺ ലോസിൽ, ഹ്യൂജ് ലോസിലാണുള്ളത്. സോ അത് ലിക്വിഡേറ്റ് ചെയ്തിട്ട് പുതിയത് സെയിം എ ലിമിറ്റഡ് തന്നെ വീണ്ടും വരുന്നു. സോ അതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് വിളിക്കുന്നത്. എ ലിമിറ്റഡ് വൺ ലിക്വിഡേഷൻ ആൻഡ് പുതിയ വൺ ഫോർമേഷൻ എന്ന് വിളിക്കും. ഹ്യൂജ് ലോസ് മാത്രമല്ല, ഒരു 4-5 പോയിന്റ്, എനിക്ക് ഷുവറില്ല, 4 പോയിന്റ് എങ്ങാണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. റീസൺ ഫോർ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ, അത് നിങ്ങൾ തിയറി പാർട്ടിൽ പഠിക്കണം. ഓക്കെ, ഒരു കമ്പനി നല്ല ഒത്തിരി ലോസ് വരുമ്പോൾ അഡോപ്റ്റ് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. 4 പോയിന്റ്സ് ഇവിടെ ഉണ്ട്, ഓർമ്മിക്കണം. ആ കമ്പനി ലിക്വിഡേറ്റ് ആവും, പുതിയൊരു കമ്പനി ഫോം ചെയ്യും. പുറത്തുനിന്ന് ഒരു കമ്പനി ഇതിലടുത്തേക്ക് വരുന്നില്ല. ഈ കമ്പനി തന്നെ ദേ ആർ ലിക്വിഡേറ്റിംഗ് ആൻഡ് ദേ ആർ ഫോമിങ് എ ന്യൂ കമ്പനി. കൺട്രി, ഈ കമ്പനിയുടെ കൺട്രി ഇന്ത്യ ആണ്. സോ ദേ വാണ്ട് ടു ഷിഫ്റ്റ് USA. അങ്ങനെയുള്ള കേസിലും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ചെയ്യാം. ഓക്കെ, ഇനി ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയാം. മീനിങ് നിങ്ങൾക്ക് മനസ്സിലായി. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് സെയിം ആസ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസിൽ നമ്മൾ എന്താണോ പഠിച്ചത് അത് തന്നെ ഇതിനും ആപ്ലിക്കബിൾ ആണ്. പർച്ചേസ് മെത്തേഡിൽ നമ്മൾ എന്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണോ പഠിച്ചത് അത് തന്നെയാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനും. സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് ഇല്ല. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ഓക്കെ, ലെറ്റ്സ് റീഡ് ഇറ്റ്. ഓൺ 31st March ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് ഓഫ് മഞ്ജു ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റ് ഇസ് ഗിവൺ. ബാലൻസ് ഷീറ്റ് ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും, റൈറ്റ്? യാ. കമ്പനി, അതിന്റെ താഴെ കുറെ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് റീഡ് ഇറ്റ്. കമ്പനി ബീയിങ് അൺഏബിൾ ടു റേസ് ഫർദർ ക്യാപിറ്റൽ. വീണ്ടും ക്യാപിറ്റൽ റേസ് ചെയ്യാൻ ആ കമ്പനിക്ക് പറ്റാത്തത് കൊണ്ടും, ആൻഡ് പേറ്റന്റ് സ്റ്റാൻഡിങ് ഇൻ ദ ബുക്ക് അറ്റ് എ ഫിഗർ ലാർജ്ലി ഇൻ എക്സസ് ഓഫ് ദർ വാല്യൂ. ബാലൻസ് ഷീറ്റ് ഇപ്പൊ കാണിച്ച ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ പാറ്റന്റ് ഉണ്ട്. അത് അതിലുള്ളതിനേക്കാളും ഓവർ വാല്യൂ ആയിട്ടാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്ത് ഇരിക്കുന്നത്. അതിന് അത്ര വാല്യൂ ഇപ്പം ഇല്ല. സോ they decided to reconstruction. See, following the scheme of reconstruction was submitted to the shareholders and creditor. അപ്പോൾ മീറ്റിംഗ് വിളിക്കുന്നു, ഷെയർ ഹോൾഡേഴ്സിനോടും ക്രെഡിറ്ററിൻ്റെ അടുത്തും പറയുന്നു, ഡിറക്ടേഴ്സ് പറയുന്നു നമുക്കിത് റീകൺസ്ട്രക്ട് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്ന പ്ലാൻസ്. അങ്ങനെ ഒരു 5 പ്ലാന് ആ മീറ്റിംഗിൽ ഈ ഷെയർ ഹോൾഡേഴ്സിന് മുന്നിലേക്ക് വെക്കുകയാണ്. ഫസ്റ്റ് പ്ലാൻ, company to go into voluntary liquidation and a new company called New Manju Limited ഫോം ചെയ്യുന്നു. ഓക്കെ, ഈ കമ്പനീനെ നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാം, മഞ്ജുന, എന്നിട്ട് നമുക്കൊരു പുതിയ ന്യൂ മഞ്ജുന കമ്പനി ഉണ്ടാക്കാം അല്ലേ? ടു ബി ഫോം വിത്ത് എൻ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ്, ഓക്കെ, അവരുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് പുതിയ കമ്പനിയുടെ. അപ്പോൾ ഈ പുതിയ കമ്പനിയായ ന്യൂ മഞ്ജു ആയിരിക്കും നമ്മുടെ പഴയ മഞ്ജുനെ ഏറ്റെടുക്കാൻ പോകുന്നത്. അവിടെ കൊടുത്തിരിക്കുന്ന സെന്റൻസ് അഗെയിൻ റിപ്പീറ്റ് ചെയ്ത് വായിച്ചോളൂ. ടു ടേക്ക് ഓവർ ദി അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. സോ എല്ലാ അസറ്റ്സും എല്ലാ ലാബിലിറ്റീസും ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട് ആ സെന്റൻസിൽ പറഞ്ഞിട്ടുണ്ട്. നൗ പോയിന്റ് നമ്പർ ബി, ലാബിലിറ്റി ടു ബി ഡിസ്ചാർജ് ബൈ എ ന്യൂ കമ്പനി ആർ ആസ് ഫോളോസ്. ലാബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുന്നതാണ് കൊടുത്തിരിക്കുന്നത്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് 37,000 ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. സോ അവർക്ക് എത്രയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അതർ ക്രെഡിറ്റേഴ്സ് ടു ബി പെയ്ഡ്
25 paise in a rupee in cash and 50 paise in the rupee in 7% debenture. അയ്യോ നമുക്കൊന്നും മനസ്സിലായില്ലേ? സോ അതവിടെ വെക്കുക. സി 1 equity share of ₹10 needs to be issued to the shareholder of the old company for average 2 share held. പർച്ചേസ് കൺസിഡറേഷന്റെ പേയ്മെന്റ് ആണ് ആ സെന്റൻസിൽ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിരിക്കുന്ന പേയ്മെന്റ്. ഈ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെറും ഷെയർ ക്യാപിറ്റൽ ആണ്, രണ്ടെണ്ണമൊന്നുമില്ല. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആയിരിക്കും. അവർക്ക് കൊടുത്തിരിക്കുന്ന പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ് പോയിന്റ് നമ്പർ സി. സോ ദാറ്റ് വിൽ ബി യുവർ പർച്ചേസ് പ്രൈസ് അല്ലെങ്കിൽ പർച്ചേസ് കൺസിഡറേഷൻ. ദ ന്യൂ കമ്പനി ടു ഇഷ്യൂ 10,000 ഇക്വിറ്റി ഷെയർസ് ടു ദ പബ്ലിക്. ഓക്കെ, ന്യൂ കമ്പനി, ന്യൂ മഞ്ജു ലിമിറ്റഡ് ഇതൊന്നും കൂടാണ്ട് പബ്ലിക് ഇഷ്യൂ നടത്തിയിട്ടുണ്ട്. 10,000 ഇക്വിറ്റി ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ചാപ്റ്ററിന് ധ്യാനിച്ച് മനസ്സിൽ കൊണ്ടുവന്നു. ഷെയർ ഇഷ്യൂബിൾ എൻട്രി ഡി എന്ന് പറഞ്ഞ ആ ഓപ്ഷനിൽ നിങ്ങൾ പാസ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് പോയിന്റ് നമ്പർ ഇ, ദ കോസ്റ്റ് ഓഫ് വൈൻഡിങ് അപ്പ് അമൗണ്ടിങ് ടു ₹2,500 ടു ബി പെയ്ഡ് ബൈ ദ ന്യൂ കമ്പനി. വൈൻഡിങ് അപ്പിന്റെ എക്സ്പെൻസ്, ലിക്വിഡേഷൻ എക്സ്പെൻസ് ആര് പേ ചെയ്യുന്നു? പുതിയ കമ്പനി, ദാറ്റ് ഇസ് ട്രാൻസ്ഫറി കമ്പനി പേ ചെയ്യുമ്പോൾ എന്താണ് എൻട്രി എന്ന് ഓൾറെഡി പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതും നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരണം. താഴെ അസ്യൂമിങ് ദാറ്റ് ദ സ്കീം ഹാസ് ബീൻ അപ്രൂവ്ഡ് ആൻഡ് സാങ്ഷൻഡ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സും ക്രെഡിറ്റേഴ്സും മീറ്റിംഗിൽ അപ്രൂവ് ചെയ്ത് സാങ്ഷൻ ആക്കി. സോ യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ in the books of Manju Limited realization account, equity shareholders account, bank account. പിന്നെ necessary journal entries for opening the books of new company and give its initial balance sheet. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരുവിധം എല്ലാം ചെയ്യാനുണ്ട്. നമ്മുടെ ട്രാൻസ്ഫർ കമ്പനീൻ്റെ ജേർണൽ എൻട്രി ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യണം. ഓക്കെ, സോ ലെറ്റ്സ് സീ ഹൗ ടു ഡു ഇറ്റ്. ഓക്കെ, അവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ എനിക്കറിയാത്ത, നിങ്ങൾക്കറിയാത്ത അല്ലേ, ഞാനിപ്പോൾ നിങ്ങളെ കൂടെ ഇല്ലേ നിൽക്കുന്നത്. അപ്പോൾ എനിക്കും നിങ്ങൾക്കും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം അറിയാത്ത ചില ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അവിടെ വെച്ചുകൊണ്ട് എനിക്ക് ആകെ അറിയുന്ന റിയലൈസേഷൻ അക്കൗണ്ട് ആണെന്ന് വിചാരിച്ചിട്ട് ഐ എം ഗോയിങ് ടു പ്രിപ്പയർ റിയലൈസേഷൻ അക്കൗണ്ട്. ഓക്കെ, സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ എന്ത് ചെയ്യും, എല്ലാ അസറ്റും ഏറ്റെടുത്തിട്ടുണ്ടോ എന്നൊന്ന് മനസ്സിലൂടെ ഓടിച്ചു. യെസ്, എല്ലാ അസറ്റും ഏറ്റെടുത്തിട്ടുണ്ട്. സോ ഞാൻ ആ അസറ്റിന്റെ പേരുകൾ 1 by 1 ഇവിടെ മെൻഷൻ ചെയ്ത്, റിവൈസ്ഡ് വാല്യൂ തന്നാലും തന്നില്ലെങ്കിലും ഇവിടെ നമ്മൾ ബുക്ക് വാല്യൂ തന്നെ എഴുതണം. ഓക്കെ, ടേക്ക് ഓവർ ചെയ്തതും ചെയ്യാത്തതുമായ എല്ലാ അസറ്റ് ക്യാഷിന് എക്സംഷൻ ഉണ്ട്, അതൊക്കെ പറഞ്ഞതാണ്. സോ ഞാൻ ആ അസറ്റിന്റെ പേരൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യട്ടെ. ഓക്കെ, നിങ്ങൾക്ക് ഇത് പഴയ മോഡലിലാണ് ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത് അല്ലേ ക്വസ്റ്റ്യനിൽ. ഓക്കെ, സോ ഞാൻ അവിടെ എല്ലാ അസറ്റിന്റെ പേരും എഴുതി. അസറ്റിന്റെ കൂട്ടത്തിൽ ഒരു P&L അക്കൗണ്ട് കാണാം. അത് നമ്മുടെ ഫിക്ടീഷ്യസ് അസറ്റ് ആണ്. ഓക്കെ, ഫിക്ടീഷ്യസ് അസറ്റ് ഷെയർ ഹോൾഡറിന്റെ അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, അതൊക്കെ കാണുമ്പോൾ തന്നെ അതൊക്കെ നിങ്ങൾ മനസ്സിലൂടെ ഓർമ്മ അറിയണം. ക്യാഷ് ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ള അസംഷനിൽ ക്യാഷ് എഴുതി, എന്താ ഈസി അല്ലേ. ഇനി ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ലാബിലിറ്റിയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയപ്പോൾ ആകെ ഒരൊറ്റ ലാബിലിറ്റി മാത്രമേ ഉള്ളൂ. സോ അത് ഏറ്റെടുത്തിട്ടുണ്ട്. സോ ഞാൻ അതിവിടെ എഴുതി. ഓക്കെ, അയ്യോ, അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാൽക്കുലേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ എന്നോട് ചെയ്യാൻ മറന്നത്, സത്യമായിട്ട് ചെയ്യാൻ മറന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. പോയിന്റ് നമ്പർ സി, 1 equity share of ₹10 needs to be issued to the equity shareholder of 1 share all company for every 2 share, 1 by 2 അല്ലേ, 1 for every 2 share. ഇനിയോ ഇത് ഇൻറ്റു ചെയ്യണം. ഇവിടെ എന്ത് വേണം, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ, ആരുടെ ക്ലോസ് ആവാൻ പോകുന്ന ട്രാൻസ്ഫറർ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എടുക്കുക. ബാലൻസ് ഷീറ്റിനകത്തുനിന്ന് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഇവിടെ എഴുതുക. ഈ ക്വസ്റ്റ്യനിൽ നേരിട്ട് അവിടെ മീൻസ് ബാലൻസ് ഷീറ്റിൽ 15,000 ഷെയർ എന്ന് പറയുന്നുണ്ട്, അത് എഴുതി. ഇനി എനിക്കിതിനെ ഇൻറ്റു ചെയ്യേണ്ടത് എത്ര പൈസക്കാണ് അവർ കൊടുത്തിരിക്കുന്നത്. അഗെയിൻ സി വായിച്ച് 1 equity share of ₹10 needs to be issued. അപ്പം 10 each, 10 രൂപയുടെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. സിമ്പിൾ, കഴിഞ്ഞില്ലേ, വേറെ ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ ചെയ്താലേ നമുക്ക് എത്ര കിട്ടുള്ളൂ, 75,000 rupees. So this is our purchase consideration. So അടുത്തത് ഇവിടെ purchase consideration ഡ്യൂ ആവുന്ന എൻട്രി ആണ്. സോ ന്യൂ മഞ്ജു എന്നാണ് നമ്മുടെ ട്രാൻസ്ഫറി കമ്പനീൻ്റെ പേര്.
purchase consideration. So 75,000. Okay. വേറെ ഒരു സംഭവങ്ങളും ഇതിനകത്ത് വരുന്നതായിട്ടില്ല. പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന്റെ പേയ്മെന്റ് ഇല്ല, ലാബിലിറ്റിന്റെ പേയ്മെന്റ് ഒന്നും ഇല്ല. സോ നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യുന്നു. സോ ഇത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മോൻ അവിടെ ഉറങ്ങിയിട്ടുണ്ട്, അവൻ്റെ സൗണ്ട് കേട്ടോ കുറച്ച് മുമ്പ് കേട്ടത്. ഓക്കെ, സോ ഇത് നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ലോസ് എപ്പോഴും അധികം എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനിൽ നമുക്ക് ഇത് റിയലൈസേഷൻ അക്കൗണ്ട് ഒക്കെ ലോസ് കിട്ടുക കേട്ടോ. ബിക്കോസ് നമുക്ക് പ്രോഫിറ്റബിൾ ആണെങ്കിൽ ഈ പരിപാടിക്ക് പോകുള്ളൂ. സോ ഇങ്ങനെ ഒരു ലോസ് തന്നെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. എന്ന് വിചാരിച്ച് ലോസ് ഇല്ലെങ്കിൽ ഞെട്ടരുത്. ബട്ട് പ്രാക്ടിക്കലി തിങ്ക് ചെയ്ത് നോക്കും. അപ്പോൾ ഇവിടെ അധികം ലോസ് ആയിരിക്കും. 45,000. ഓക്കെ, ഇനി ഞാൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ അക്കൗണ്ട് വരെയാണ്. ആദ്യം ഫിക്ടീഷ്യസ് അസറ്റ് ഉണ്ടോ എന്ന് നോക്കി. ഫിക്ടീഷ്യസ് അസറ്റ് ഉണ്ട്. അപ്പോൾ ഫിക്ടീഷ്യസ് അസറ്റ് ക്ലോസ് ചെയ്യുന്ന എൻട്രി വേണം. ആദ്യം നിങ്ങൾ ഓർഡർ എപ്പോഴും മനസ്സിലുള്ള നിങ്ങളൊരു ഓർഡർ വെക്കണം, അല്ലെങ്കിൽ നിങ്ങളോട് ഏതെങ്കിലും സ്കിപ്പ് ആയിപ്പോകും. സോ ഇവിടെയാ വരിക അല്ലേ, ലാബിലിറ്റി ക്ലോസ് ആകുമ്പോഴുള്ള എൻട്രി ഇക്വിറ്റി ഷെയർ ഹോൾഡർ അക്കൗണ്ട് ആയിട്ട് ടു P&L അക്കൗണ്ട്. സോ ക്വസ്റ്റ്യനിലെ P&L അക്കൗണ്ടിൽ 30,000 ആണുള്ളത്, അതിവിടെ എഴുതി. പിന്നെ വരുന്നത് ഷെയർ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്. ഇവിടെ അതൊന്നുമില്ല, വെറും ഷെയർ ക്യാപിറ്റൽ മാത്രമേ തന്നിട്ടുള്ളൂ. സോ ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എഴുതിയാൽ മതി. ഷെയർ ക്യാപിറ്റൽ 1,50,000 ആണ്. എപ്പോഴും റിയലൈസേഷൻ അക്കൗണ്ടും കൂടെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഓർമ്മിക്കണം. ലോസ് ആണെങ്കിൽ ഇവിടെ വരും, പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ വരും. സോ ലോസ് ആണ്, സോ ടു റിയലൈസേഷൻ എഴുതണം. എന്നിട്ട് 45,000 ഇവിടെ വരും. ഓക്കെ, നാ യു ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? 75,000 കിട്ടണം. ബാലൻസ് ചെയ്യാൻ നോക്കണ്ട, പേ ചെയ്യുന്ന എൻട്രി ഇവിടെ എഴുതി ഇത് ടാലി ആവണം. എങ്ങനെയാ പേ ചെയ്യുന്നത്? ഷെയർസ് ഇൻ ന്യൂ മഞ്ജു ലിമിറ്റഡ്. എത്ര? 75,000. സി, ഈ ഒരു അക്കൗണ്ട് ടാലി ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഷെയർ ഹോൾഡറിന്റെ അക്കൗണ്ടും ചെയ്തു, റിയലൈസേഷൻ അക്കൗണ്ടും ചെയ്തു. ഓക്കെ, ഇനി എന്താ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായി അവർ ചെയ്യാൻ. ഞാൻ നോക്കട്ടെ ബാങ്ക് അക്കൗണ്ടിൽ എന്താ സംഭവം. ഇവിടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഇഫക്റ്റ് ഒന്നും ഇത്ര നേരമായിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ കിട്ടുവാണെങ്കിൽ ഞാൻ ആ സമയത്ത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നൗ വി വിൽ ഡു. കാരണം ഇത് മുഴുവനായിട്ട് ഇപ്പം ആരെ ഏറ്റെടുത്തിട്ടുണ്ട്? അവർ വേറൊരു ക്യാഷ് ട്രാൻസാക്ഷനും ഇതിനകത്തില്ല. ബട്ട് നമുക്ക് ന്യൂ കമ്പനീൻ്റെ ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇത് വായിക്കുവാണ്. ഇനി ട്രാൻസ്ഫറർ കമ്പനീൻ്റെ ന്യൂ മഞ്ജു ലിമിറ്റഡിന്റെ ബുക്കിലെ എൻട്രി ആണ്. എൻട്രി ഓപ്പണിംഗ് എൻട്രി, ഇതിൽ നിന്നുള്ള കൊണ്ടുവരുന്ന അസറ്റ് ഒക്കെ ഇങ്ങോട്ടേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എൻട്രി. ഈ അസറ്റ് ഒക്കെ മഞ്ജുവിൻ്റെ ആണ്. ഇപ്പൊ ആരുടേതായി? ന്യൂ മഞ്ജു. അപ്പൊ ആ എൻട്രി ന്യൂ മഞ്ജു ഇതൊക്കെ എടുക്കുന്ന എൻട്രി. സോ ഫസ്റ്റ് ഈ അസറ്റിന്റെ പേരൊക്കെ നമ്മൾ ഏറ്റെടുത്ത അസറ്റിന്റെ പേരൊക്കെ മെൻഷൻ ചെയ്യണം. ഏറ്റെടുത്ത അസറ്റിന്റെ പേര് മാത്രം മെൻഷൻ ചെയ്യണം. ഓക്കെ, ഏറ്റെടുത്ത വാല്യൂ വേണം ഇവിടെ മെൻഷൻ ചെയ്യാൻ. സോ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ അവിടെ? ഓക്കെ, ഡിഫറൻസ് ഒന്നും പറയുന്നില്ല, സെയിം ആ കാണിക്കുന്ന, എവിടെയും നമ്മളോട് ഒന്നും പറയുന്നില്ല. സോ സെയിം എമൗണ്ട് ഞാനിവിടെ കോപ്പി ചെയ്യാണ്. ഒരു അസറ്റിനും റീവാല്യൂ ചെയ്ത എമൗണ്ട് ഒന്നും പറയുന്നില്ല. സോ ഞാൻ അത് തന്നെ ഇവിടെ എഴുതുവാണ്. 1,50,000, 56,000, 50,500, 68,500, 2,000. ഓക്കെ, ബുക്ക് വാല്യൂല് തന്നെ ഏറ്റെടുത്തെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ടിലും ഇതിലും ഒരേ എമൗണ്ട് ആയിരിക്കും കാണുക. ബട്ട് ഒരേ എമൗണ്ട് തന്നെ അവിടെ കാണണം എന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഏറ്റെടുത്ത വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂവും ഈ എൻട്രിയിൽ വരുന്ന വാല്യൂവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ബിക്കോസ് ഇവിടെ റിവൈസ്ഡ് വാല്യൂ ആണ് എഴുതാൻ. ഒന്നും പറഞ്ഞില്ലെങ്കിലാണ് നമ്മൾ ബുക്ക് വാല്യൂ എഴുതുന്നത്. ഇവിടെയും ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂവിന് ചേഞ്ച് ഉണ്ടെന്നൊന്നും പറയുന്നില്ല. ക്രെഡിറ്ററിന് പേയ്മെന്റ് ചെയ്യുമ്പോഴുള്ള ഡീറ്റെയിൽസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നത്. ടു ലിക്വിഡേറ്റേഴ്സ് ഓഫ് മഞ്ജു ലിമിറ്റഡ് എന്നൊക്കെ നിങ്ങൾ എഴുതണം. 75,000. ഓക്കെ, ഇതിനെ നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസിങ് ഫിഗർ ഇവിടെ വരും. ടു ക്യാപിറ്റൽ റിസർവ് ബാലൻസിങ് ഫിഗർ യു വിൽ ഗെറ്റ് 45,000. ഓക്കെ, പൂജ്യങ്ങളുടെ എണ്ണങ്ങളും എമൗണ്ടും ഒക്കെ നിങ്ങൾ നോക്കുക. ബട്ട് ദിസ് വിൽ ബി യുവർ ബേസ്. ഓക്കെ, ഇത് ബേസ് ആക്കി എടുത്ത് ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിലുണ്ട്. എമൗണ്ട് ഒക്കെ നിങ്ങൾ
ക്ലിയർ ചെയ്യുക. അടുത്ത എൻട്രി പേ ചെയ്യുന്ന എൻട്രി ആണ് ലിക്വിഡേറ്റേഴ്സ് ഓഫ് മഞ്ജു. എങ്ങനെയാണ് കൊടുക്കുന്നത്? ഷെയർ ആയിട്ട്. സോ നിങ്ങൾ എഴുതണം ഷെയർ ക്യാപിറ്റൽ. സോ 75,000. ഇനിയാണ് നിങ്ങൾക്ക് അറിയാത്തൊരു എൻട്രി അവിടെ വരുവാണ്. എന്താണോ എൻട്രി വരുന്നത്? ഓക്കെ, സി ടേക്ക് ക്വസ്റ്റ്യൻ ആൻഡ് യുവർ പോയിന്റ് നമ്പർ എ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ല അത് പറയാം. ബി, പോയിന്റ് നമ്പർ ബി, ലാബിലിറ്റി ടു ബി ഡിസ്ചാർജ് ബൈ ദ ന്യൂ കമ്പനി ആസ് ഫോളോസ്. ലാബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആകെ നമ്മളെ ക്വസ്റ്റ്യനിൽ ഒരൊറ്റ ലാബിലിറ്റി ഉള്ളൂ, അത് നമ്മുടെ സൺട്രി ക്രെഡിറ്റർ. അപ്പൊ നമ്മള് ക്രെഡിറ്റേഴ്സിന്റെ കാര്യമാണ് പറയുന്നത് അല്ലെ. സോ പോയിന്റ് നമ്പർ ബി എടുക്കുക. പോയിന്റ് നമ്പർ ബിയിൽ പറയുന്നത് ലാബിലിറ്റി ടു ബി ഡിസ്ചാർജ് ബൈ എ ന്യൂ കമ്പനി ആസ് ഫോളോസ്. ഇവിടെ ഒരൊറ്റ ലാബിലിറ്റി മാത്രമേ നമ്മളെ ക്വസ്റ്റ്യനിലുള്ളൂ, അത് സൺട്രി ക്രെഡിറ്റർ ആണ്. ഈ 2,07,000 സൺട്രി ക്രെഡിറ്റർ. ഇവർക്ക് പേയ്മെന്റ് നടത്തുന്ന ഡീറ്റെയിൽസ് ആണ് നിങ്ങളോട് പോയിന്റ് നമ്പർ ബിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അവർ പറയുന്നത് ഈ 20,700 പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ഓഫ് ₹37,000. ഇതിനകത്തുള്ള 37,000 ആൾക്കാർ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ആണ്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ഈ 2,07,000 എന്ന് പറഞ്ഞാൽ കുറേ ആളുണ്ടാവുമല്ലോ ഇല്ലേ. ഇതില് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്, ഇതില് പേയ്മെന്റ് നടത്തുമ്പോൾ ഈ 37,000 ഉള്ള ആൾക്കാർക്ക് വേണം ആദ്യം പേയ്മെന്റ് നടത്താൻ. സോ ദേ ആർ പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ്. ലിക്വിഡേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ. അവിടെ നമ്മൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ അവിടെ വരും. സോ ഇവർക്ക് ആദ്യം കൊടുക്കണം, ഇവർക്ക് ഫുള്ള് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. 37,000 കൊടുക്കണ്ടാക്കും, 37,000 ബാക്കിയുള്ള ആൾക്ക്. അപ്പൊ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ ബാക്കി 1,70,000 ആൾക്കാർക്ക് എങ്ങനെയാ കൊടുക്കുന്നത് നോക്കാം. Other creditors to be paid 25 paise in the rupee in cash. Okay, 1,70,000 25 പൈസ ഇൻ എ റുപ്പി. ഒരു റുപ്പി എത്ര പൈസയാണോ? 100 അല്ലേ. സോ 100ൽ 25 പൈസ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? എത്ര കിട്ടാം? 42,80,500 ക്യാഷ്. ഓക്കെ, സോ ഇതും ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. ആൻഡ് 42,500 ഇൻ ക്യാഷ് ആൻഡ് 50 പൈസ ഇൻ ദ റുപ്പി ഇൻ 7% ഡിബഞ്ചർ. അപ്പൊ ബാക്കിയുള്ള ആൾക്ക് 1,50,000 പൈസ ഇൻ എ റുപ്പി 85,000 നോക്കണേ. എസ് ഹാസ് ഡിബഞ്ചർ, ഡിബഞ്ചർ ആയിട്ടും കൊടുക്കുന്നു. ഓക്കെ, സോ ടോട്ടൽ 2,07,000. അതിൽ 37,000 റുപ്പീസ് കൊടുക്കാനുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഫുൾ ആയിട്ട് കൊടുക്കും, ഒന്നുമില്ല അവർക്ക് കിട്ടാനുള്ളത് തന്നെ കൊടുക്കും. ബട്ട് ഇവിടെ 1,70,000 ഉള്ള ആൾക്കാർക്ക് 25 പൈസ, ഒരു 100ൽ 25 പൈസ ഇൻ എ റുപ്പി, ഒരു റുപ്പിയിൽ 25 പൈസ അവർക്ക് ക്യാഷ് ആയിട്ടും ഒരു രൂപയിൽ 50 പൈസ വെച്ചിട്ട് അവർക്ക് ഡിബഞ്ചറിന്റെ വാല്യൂലും കൊടുക്കുന്നു. സോ ഇതാണ് നിങ്ങളുടെ കാൽക്കുലേഷൻ. സോ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത് ഇതും, ഇതും ഡിബഞ്ചർ ആയിട്ട് കൊടുക്കുന്നത് ഇതും. ഞാൻ അതിന്റെ എൻട്രി എഴുതുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഇവിടെ കറണ്ട് പിന്നെയും പോയി, ഇനിയും ക്ലാരിറ്റീൻ്റെ ഇഷ്യൂ വരുമോ എന്നറിയില്ല. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും, ഒന്ന് ഡിമ്മായിട്ടുണ്ടാവും, കറണ്ട് പോയത് കേട്ടോ. ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, എന്നാലും അതാണ് എനിക്ക് പറ്റിയത്. ഓക്കെ, ഇവിടെ നോക്കിക്കോ, എൻട്രി എഴുതി നോക്കിക്കോ. ക്രെഡിറ്ററിന് പേ ചെയ്യുമ്പോൾ എൻട്രി എന്താ? ഞാൻ ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൺട്രി ക്രെഡിറ്റർ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. ഓക്കെ, ബട്ട് ഇവിടെ ക്യാഷ് മാത്രമായിട്ടല്ല ഡിബഞ്ചർ ആയിട്ടും പേ ചെയ്യുന്നുണ്ട്. സോ ടു ഡിബഞ്ചർ. ഇതാണ് നമ്മുടെ ക്രെഡിറ്ററിന് പേ ചെയ്യുന്ന എൻട്രി. ഓക്കെ ഓക്കെ, നോക്കിക്കോ എത്ര പേ ചെയ്യാനുണ്ട്. ഓക്കെ, ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത് എത്രയാ? 37,000 ഫുള്ളായിട്ടും, ഇത് 42,500. റൈറ്റ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 79,500 ക്യാഷ് ആയിട്ടും ഡിബഞ്ചർ ആയിട്ട് എത്ര കൊടുക്കുന്നുണ്ട്? 85,000. ഓക്കെ, തീർന്നിട്ടില്ല, ഡിഫറൻസ് ഉണ്ടാവും. ഇവിടെ ഇത്ര കൊടുക്കാനുണ്ട്, പക്ഷെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കൗണ്ടിനായിരിക്കും പേ ചെയ്തിട്ടുണ്ടാവുക. സോ നമ്മൾ ആ ഒരു ലാഭവും നമ്മുടെ ക്യാപിറ്റൽ റിസർവിലോട്ട്
ട്രാൻസ്ഫർ ചെയ്യണം. ഇത് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയതാണ്. ക്രെഡിറ്ററിന് ഇത്ര പേ ചെയ്യാനുണ്ട്, ബട്ട് നമ്മൾ കൊടുത്തു വരുമ്പോൾ നമ്മൾ അത്രയൊന്നും കൊടുത്തില്ല. നമ്മൾ ₹1 പകരം 25 പൈസയും ₹1 പകരം 50 പൈസേന്റെ ഡിബഞ്ചറൊക്കെയാണ് കൊടുത്തത്. മൊത്തം 75 എന്നുള്ള രീതിയിൽ വരും അല്ലേ. 75 പൈസയല്ലേ കൊടുത്തിട്ടുള്ളൂ, 50, 25. എനിവേ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും വേണ്ട, ഇതേപടി ചെയ്തു വെക്കാം. ഓക്കെ, ഇനി എവിടെയാണ് ഈ ക്യാഷ്, എവിടെയാണ് ഡിബഞ്ചർ എന്ന് എഴുതിയെന്നുള്ളത് ഒന്നുകൂടെ ആ പോയിന്റ് എടുക്കുക. Preferential creditor of 30,000 to be paid in full and other creditor to be paid 25% in the rupee in cash. പിന്നെ 50 പൈസയുടെ ഡിബഞ്ചറിന് അവിടെ തന്നിട്ടുമുണ്ട്. അങ്ങനെയാണ് ഇത് മനസ്സിലായത്. ഇനി ബാക്കി വരുന്ന ബാലൻസിങ് ഫിഗർ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഇടുന്നില്ല, അതുപോലെ ഇവിടെ ഇടേണ്ടത് ക്യാപിറ്റൽ റിസർവിലാണ്. സോ എത്രയാ വരിക? 42,500 അല്ലേ. ഓക്കെ, ഇനി അവിടെ ലിക്വിഡേഷൻ എക്സ്പെൻസ് പേ ചെയ്യുന്നു എന്നുള്ള ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. പോയിന്റ് നമ്പർ ഇ. ഓക്കെ, പോയിന്റ് നമ്പർ ഇയിൽ കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ പറഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ എൻട്രി അല്ല, പോയിന്റ് നമ്പർ ഡി പറഞ്ഞില്ലല്ലോ. ഇനി ഞാൻ പോയിന്റ് നമ്പർ ഡി പറയാം. ഓക്കെ, പോയിന്റ് നമ്പർ ഡി ആണ്. ന്യൂ കമ്പനി ടു ഇഷ്യൂ 10,000 ഇക്വിറ്റി ഷെയർസ് ടു ദി പബ്ലിക്. പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി എന്താണോ? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഒരുപാട് തവണ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞാണ്. സോ 10,000 ഷെയർ ആണ് ഇഷ്യൂ ചെയ്തത്. ഒരു ഷെയറിന് 10 രൂപയാണ്. വേറെ എവിടെയും ഒന്നും മാറ്റം പറയുന്നില്ല. ഒരു ഷെയറിന് 10 രൂപയാണെന്ന് പർച്ചേസ് കൺസിഡറേഷന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. സോ 1 lakh. ഓക്കെ, ഇത് ഇവിടെ എഴുതണേ. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ എഴുതാം. എപ്പോഴും ലിക്വിഡേറ്റേഴ്സിന് പേ ചെയ്യുന്ന എൻട്രിക്ക് ശേഷം നിങ്ങൾ ഇത് എഴുതി കളയണം കേട്ടോ. ടു ഷെയർ ക്യാപിറ്റൽ 1 lakh. ഓക്കെ, സോ പുതിയ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ പുതിയ ഇഷ്യൂന്റെ എൻട്രി എഴുതുക. സോ ഇത് ക്രെഡിറ്ററിന് പേ ചെയ്യുന്ന എൻട്രി. ഇനി പോയിന്റ് നമ്പർ ഇ, കോസ്റ്റ് ഓഫ് വൈൻഡിങ് അപ്പ് എമൗണ്ടിങ് ടു ₹25,000 പെയ്ഡ് ബൈ ദ കമ്പനി. ഈ ഒരു എൻട്രി പാസ് ചെയ്യുമ്പം എൻട്രി ഇങ്ങനെയാവും. നിങ്ങൾക്ക് ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്നാണ് എൻട്രി. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് എൻട്രിയിൽ ക്യാപിറ്റൽ റിസർവ് ആ കിട്ടിയതെങ്കിൽ എൻട്രി ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് എഴുതിയാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ വേറെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലും യു ഫോളോ ദിസ് മെത്തേഡ്. ഇതാണ് ഈസി. 2,500. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യുക. 2,500. ഓക്കെ. ഇനി എന്താ പറയുന്നത്? ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ്. ഓക്കെ, ഇനി ഇത് മയക്കുവാണ്. കഴിഞ്ഞില്ല, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടെ നമ്മളിവിടെ പഠിക്കാനുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഞാനിവിടെ ക്യാപിറ്റൽ റിസർവിന്റെ അക്കൗണ്ട് വരയാൻ പോവുകയാണ്. ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, എൻട്രിയും കൂടെ എഴുതാനുണ്ട്. ക്യാപിറ്റൽ റിസർവിന്റെ അക്കൗണ്ട് ഇവിടെ ഒരു ടു ക്യാപിറ്റൽ റിസർവ്. സോ ബൈയിൽ വരും. ബൈ എന്താ എഴുതുക? ബിസിനസ് പർച്ചേസ് ഞാൻ തൽക്കാലം മെൻഷൻ ചെയ്യുവാണ്. 45,000 വരെയുണ്ട്. ഞാൻ ഇഫക്റ്റ് മനസ്സിലാവാൻ വേണ്ടി മാത്രമേ എഴുതുന്നു. ഇവിടെ ഒരു ബൈ ക്രെഡിറ്റർ വരുന്നുണ്ട് 42,500. സോ ഹിയർ ടു ക്യാഷ് 2,500. ഇതൊന്ന് നിങ്ങൾ ബാലൻസ് ചെയ്താട്ടെ. ബാലൻസ് ദിസ് അക്കൗണ്ട്. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 85,000 കിട്ടും. 85,000 ടു ക്യാഷ് 85,000 കിട്ടും. ഓക്കെ, ഈ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത് നമുക്കുള്ള റിസർവ് ആണ്, ലാഭമാണ്. ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ കമ്പനിക്ക് വരുന്ന ലാഭമാണ്. ലാഭം എന്നുള്ള വേർഡൊന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്, ബട്ട് ഇറ്റ്സ് റിയലി ഒരു ഇങ്ങോട്ട് വരുന്ന ഒരു എമൗണ്ട് ആണ്. റിസർവ് പോലെ ഇങ്ങോട്ട് വരുന്ന ഒരു എമൗണ്ട് ആണ്. ഓക്കെ, സോ ഇതിൽ നിന്ന് ഇതിപ്പോൾ ഇത്ര നമുക്ക് ഇങ്ങോട്ട് വന്നു. നമുക്ക് ഇത് ലാഭമല്ലേ? ക്രെഡിറ്ററിന് പേ ചെയ്തപ്പോൾ ലാഭം കിട്ടി, റൈറ്റ്? ഇത്ര പേ ചെയ്യണം, ബട്ട് ഇത്രയേ പേ ചെയ്തുള്ളൂ. സോ ഈ ഭാഗത്ത് വരുന്നത് എപ്പോഴും നമ്മുടെ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഗുഡ്, റൈറ്റ്? ക്യാപിറ്റൽ റിസർവ്. ഇനി ഇതോ എക്സ്പെൻസ് മീറ്റ് ചെയ്താണ്. സോ നമ്മളെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി, റിസർവ് പൈസ ഇത്ര അങ്ങോട്ട് പോയി. സോ 2,500 പോയി. സോ ബാക്കി ഇപ്പം ക്യാപിറ്റൽ റിസർവിലെ ബാലൻസ് 85,000 rupees ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ എടുക്കുക.
ഈ ഒരു വീഡിയോ തീരുന്നവരെ കാണണേ. കമ്പനി ബീങ് ഏബിൾ ടു റേസ് ഫർദർ ക്യാപിറ്റൽ. കമ്പനി, ഞാൻ വായിക്കുന്ന സെന്റൻസ് ഇപ്പോൾ ബോർഡിൽ കാണാം. കമ്പനി ബീങ് അൺഏബിൾ ടു റേസ് ഫർദർ ക്യാപിറ്റൽ ആൻഡ് പേറ്റന്റ് സ്റ്റാൻഡിങ് in the books at a figure largely in excess of their value. Okay, largely in excess of their value. So നമ്മൾ ഈ ഒരു പ്രോസസ്സ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ചെയ്തതിൻ്റെ ഉദ്ദേശം രണ്ടെണ്ണമാണ്. ഒന്ന്, പുതിയ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റുന്നില്ല. മഞ്ജു കമ്പനിക്ക് പുതിയ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് നമ്മൾ ന്യൂ മഞ്ജുവിൽ സോൾവ് ചെയ്തു. നമ്മൾ പുതിയൊരു ഇഷ്യൂ ഇവിടെ വന്നിട്ടുണ്ട്. സോ ന്യൂ മഞ്ജുവിൽ ആ ഒരു പ്രോബ്ലം വി സോൾവ്. ബട്ട് രണ്ടാമത്തെ പ്രോബ്ലം എന്താ? പേറ്റന്റ് സ്റ്റാൻഡിങ് ഇൻ ദ ബുക്സ്. പേറ്റന്റ് 1,50,000 പേറ്റന്റ് എക്സസ് വാല്യൂലുള്ള ഇത്ര വാല്യൂ ഒന്നും ഇതിനില്ല. അപ്പൊ പേറ്റന്റിന്റെ വാല്യൂ നമ്മൾ കുറക്കണം. റീകൺസ്ട്രക്ഷൻ ചെയ്തതിന്റെ 2 റീസൺ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഒന്ന് ഇതായിരുന്നു, പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നില്ല, ദാറ്റ് ന്യൂ മഞ്ജുവിൽ കഴിഞ്ഞു. രണ്ടാമത്തേത് പേറ്റന്റ് ഇസ് ഓവർ വാല്യൂഡ്. പേറ്റന്റ് ഓവർ വാല്യൂഡ് ആണ്. ഇതിനെ നമ്മൾ, ഈ പേറ്റന്റിന് നമ്മൾ വാല്യൂ കുറക്കണം. പേറ്റന്റിന്റെ വാല്യൂ കുറക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ആണ് ക്യാപിറ്റൽ റിസർവിന്റെ അക്കൗണ്ട്. ഓക്കെ, സോ ഈ ക്യാപിറ്റൽ റിസർവിൽ കിട്ടിയിരിക്കുന്ന ഈ 85,000 യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പേറ്റന്റിന്റെ വാല്യൂ കുറക്കുക. സോ ഇവിടെ നിങ്ങൾ എഴുതണം ടു പാറ്റന്റ് 85,000. സോ ഇവിടെ ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടുന്ന ഈ പൈസ യൂസ് ചെയ്തിട്ട് പാറ്റന്റിന്റെ വാല്യൂ കുറക്കണം. പാറ്റന്റിന്റെ എന്ത് ബാലൻസാ? ഡെബിറ്റ് ബാലൻസ്. സോ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഇത് ക്യാപിറ്റൽ റിസർവിന്റെ അക്കൗണ്ട് ആണ്. എൻട്രി എഴുതുവാണെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു പാറ്റന്റ്. സോ പാറ്റന്റിന് ഇവിടെ ഡെബിറ്റ് വന്നിട്ടുണ്ട്. എത്ര പൈസന്റെ ഡെബിറ്റ്? 85,000. സോ പാറ്റന്റിന്റെ വാല്യൂ 85,000 കുറഞ്ഞിട്ടുണ്ടാവും ബാലൻസ് ഷീറ്റിൽ. 1,50,000 ഉണ്ടായിരുന്നു ഡെബിറ്റിൽ. ക്രെഡിറ്റിൽ ഇപ്പൊ എത്ര? 85,000. സോ അത്രയും വാല്യൂ, 85,000 രൂപയുടെ വാല്യൂ ഉള്ള പാറ്റന്റിന്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടാവും. സോ ഇപ്പം പാറ്റന്റിന്റെ വാല്യൂ എത്രയാന്ന് ചോദിച്ചാൽ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത്. സോ എപ്പോഴും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻസ് നോക്കണം. എന്നിട്ട് അത് എന്തൊക്കെയാണോ പർപ്പസ് അത് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്നും നോക്കണം. ക്വസ്റ്റ്യനിൽ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് പറയൂല നിങ്ങൾ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നു. ഓക്കെ, നൗ യു റീഡ് ദ ക്വസ്റ്റ്യൻ വൺസ് അഗെയിൻ. ഞാൻ പറയുന്ന പോലെ കേട്ടാൽ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ക്വസ്റ്റ്യൻ ഞാൻ റീഡ് ചെയ്യുവാണ്. ഫസ്റ്റ് നമ്മൾ മഞ്ജു ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ടായി. മഞ്ജു ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റിനകത്ത് പാറ്റന്റ് പോലെയുള്ള ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ടായി. ഇങ്ങനെ കുറച്ച് ഐറ്റം. പിന്നെ കമ്പനി എന്ത് ചെയ്തു? 2 പ്രധാനപ്പെട്ട പ്രശ്നം കമ്പനി അഭിമുഖീകരിക്കുന്ന ആ പ്രശ്നമാണ് നിങ്ങളുടെ നെക്സ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. കമ്പനി ബീങ് അൺഏബിൾ ടു റേസ് ഫർദർ ക്യാപിറ്റൽ. കമ്പനിക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റുന്നില്ല. മഞ്ജുവിന്റെ ക്യാപിറ്റൽ പബ്ലിക് വാങ്ങിക്കുന്നില്ല. രണ്ടാമത്തെ റീസൺ പേറ്റന്റ് സ്റ്റാൻഡിങ് ഇൻ ദ ബുക്ക്. സ്റ്റാൻഡിങ് ഇൻ ദ ബുക്ക് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിനകത്ത് പേറ്റന്റ് കൊടുത്തിരിക്കുന്ന ആ 1,50,000 ലാർജ്ലി ഇൻ എക്സസ് ഇൻ ദർ വാല്യൂ. അത് കൂടുതലാണ്, അതിന് എക്സസ് വാല്യൂലാണ്. അതുകൊണ്ട് they decided to reconstruct. ആ ഒരു റീസൺ കൊണ്ടാണ് അവർ റീകൺസ്ട്രക്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അതാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു കമ്പനി വെറുതെ അങ്ങോട്ട് റീകൺസ്ട്രക്ട് ആവില്ല. ദേ വിൽ കോൾ ആ മീറ്റിംഗ്. ആ മീറ്റിംഗിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സും ക്രെഡിറ്റേഴ്സിന്റെ ഈ മീറ്റിംഗ് ഉണ്ടാവും. അവരുടെ മുന്നിലേക്ക് ഡയറക്ടേഴ്സ് കുറച്ച് പ്ലാൻസ് വെക്കുകയാണ്. അതിൽ ഒന്നാമത്തെ പ്ലാൻ ആണ് കമ്പനീനോട് പറഞ്ഞത്, ന്യൂ മഞ്ജു ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ കമ്പനീനെ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യാം. എന്നിട്ട് അതിന്റെ ക്യാപിറ്റൽ നമുക്ക് എത്ര വേണമെന്ന് പറഞ്ഞാൽ 3 lakh ക്യാപിറ്റൽ വേണമെന്നും പറഞ്ഞു. ഓക്കെ, ആ ഒരു പോയിന്റും ഇപ്പം ബാലൻസ് ഷീറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. 2, ലാബിലിറ്റീസ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ക്രെഡിറ്റർ ആണ് പ്രധാന ലയബിലിറ്റി. അപ്പൊ ന്യൂ മഞ്ജു ആണ് ഇത് ഏറ്റെടുത്തത്. അപ്പൊ ന്യൂ മഞ്ജു ഈ ഒരു ക്രെഡിറ്ററിനെ പേ ചെയ്യുമ്പോൾ അങ്ങോട്ട് മുഴുവനായിട്ട് പേ ചെയ്യില്ല. അവരവിടെയും ഒരിത്തിരി ലാഭം പിടിക്കും. അതാണ് നമ്മൾ ഇവിടെ കണ്ട സംഭവം. ഓക്കെ, എപ്പോഴും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനിൽ ലാബിലിറ്റി പേയ്മെന്റ് വരുമ്പോൾ അവരെന്തെങ്കിലും ഒരു ഇങ്ങോട്ട് പിടിക്കും. ഇപ്പൊ ക്രെഡിറ്ററിന് ഇത്ര കൊടുക്കാനുണ്ട്, ബട്ട് ദേ ഡിഡ്ന്റ് പെയ്ഡ് ഫുൾ, റൈറ്റ്? സോ ഇവിടെ നമുക്കൊരു റിസർവ് കിട്ടിയിട്ടുണ്ട്. സോ അതും നിങ്ങൾ ഇനിയുള്ള പ്രോബ്ലം വരുമ്പോൾ ഈ ഒരു പോയിന്റും അങ്ങോട്ട് ക്ലിക്ക് ആവുക. ഓക്കെ, അതാണ് നമ്മുടെ പോയിന്റ് നമ്പർ ബിയിൽ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് പോയിന്റ് നമ്പർ സി,
പർച്ചേസ് കൺസിഡറേഷൻ്റെ പോയിന്റ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. പോയിന്റ് നമ്പർ ഡി, പുതിയ കമ്പനി ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തു. പോയിന്റ് നമ്പർ ഇ, കോസ്റ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ന്യൂ കമ്പനി മീറ്റിംഗ്. പിന്നെ പറയുന്നത് ഇതൊക്കെ അപ്രൂവ് ചെയ്തു, നിങ്ങളോട് എൻട്രി പാസ് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ റീകൺസ്ട്രക്ഷന്റെ രണ്ട് പ്രധാന ഇഷ്യൂ പുതിയ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യലും പാറ്റന്റിന് അണ്ടർ വാല്യൂ ചെയ്ത് കാണിക്കലുമാണ്. സോ എപ്പോഴും പാറ്റന്റ് ആണ് ഏതാണോ അസറ്റിന് കൂടുതൽ വാല്യൂ എന്ന് പറഞ്ഞത്, അപ്പൊ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ വരുന്നിരിക്കുന്ന ആ ഒരു എക്സസ് എമൗണ്ടിൽ ഇട്ടിട്ട് വേണം ഈ ഒരു അസറ്റിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്ത് കാണിക്കാൻ. അസറ്റിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരണം. അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് വരയാൻ പോവാണ്. സോ ബാലൻസ് ഷീറ്റ് വരയുന്ന എൻട്രി ഇവിടെ വിസിബിൾ ആണ്. ഓക്കെ, ആ ഭാഗത്ത് എഴുതാം. ബാലൻസ് ഷീറ്റ് വരയാൻ പോവാണ്. സോ ബാലൻസ് ഷീറ്റ് വരയുമ്പോൾ ന്യൂ മഞ്ജുവിന് ഓൾറെഡി ബാലൻസ് ഷീറ്റ് ഉണ്ടാവില്ല, ബിക്കോസ് ന്യൂ മഞ്ജു പുതിയതാണ് അല്ലേ, എൻ്റെ വീട് പുതിയതല്ലോ ന്യൂ ചെയ്തന. സോ ബാലൻസ് ഷീറ്റ് ഇങ്ങനെ എഴുതണം. ആഫ്റ്റർ റീകൺസ്ട്രക്ഷൻസ് എന്നൊക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതിന് ഈ ഒരു മോഡൽ ഇട്ട് കാണിച്ചു തരാം, നിങ്ങൾ നോക്കണം. ഷെയർ ക്യാപിറ്റൽ ഞാൻ ആദ്യം എടുക്കുവാണ്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഓതറൈസ്ഡ് ക്യാപിറ്റൽ 3 lakh വേണമെന്നല്ലേ പറഞ്ഞ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ 3 lakh വേണം. അപ്പം ഷെയർ ക്യാപിറ്റലിന്റെ നോട്ട്സ് എഴുതുമ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 3 lakh എന്ന് കാണിക്കണം, ഒരു അണ്ടർലൈൻ ചെയ്യണം. എന്നിട്ട് വേണം ഇഷ്യൂഡ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് എഴുതാൻ. ഇഷ്യൂഡ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എഴുതേണ്ടത് എൻട്രി നോക്കിയിട്ടാണ്. എവിടെയെങ്കിലും ക്യാപിറ്റൽ 2 വരുന്നുണ്ടോ, 2 ക്യാപിറ്റൽ 2 ക്യാപിറ്റൽ. ദിസ് 75,000, ദിസ് ഇസ് 1 lakh. സോ രണ്ടും ആഡ് ചെയ്യാം, 1,75,000. ഓക്കെ ഓക്കെ, ബൈയിൽ വരുന്നുണ്ട് മൈനസ് ചെയ്യണം, ബൈയിലൊന്നും വരില്ല. അപ്പം അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അക്കൗണ്ട്സിൽ ഇങ്ങനെ ഓർമ്മയിൽ വരണം, സിമ്പിൾ തിങ്സ്. സോ ഇതാണ് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ വരിക, 1,75,000. റിസർവ്സ് ആൻഡ് സർപ്ലസ് ഒന്നുമില്ല. ഓക്കെ, ഇനി ലാബിലിറ്റീസിൽ പിന്നെ വരുന്നത് ഈ ക്രെഡിറ്റർ ആണ്. ഈ ക്രെഡിറ്റർ, പക്ഷെ ഈ ക്രെഡിറ്റർ ഇവിടെ ക്രെഡിറ്റ് ചെയ്ത് ഇതിനെ നമ്മളിവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ക്ലോസ്ഡ്. അപ്പൊ ക്രെഡിറ്റർ എന്ന് പറയുന്ന ഒരു ലാബിലിറ്റി പുതിയ ബാലൻസ് ഷീറ്റിൽ വരാൻ പാടില്ല. ബട്ട് ഇത് എടുത്തെടുത്ത് നോക്കുമ്പോൾ ഇതാ ഇവിടെ ഒരാളുണ്ട്, നമ്മുടെ ഡിബഞ്ചർ. ഡിബഞ്ചറിന് എന്തോ 10% എന്നാണ്ട് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ 7% എന്നാണ് തോന്നുന്നു. സോ 7% മെൻഷൻ ചെയ്യണം. സോ ഡിബഞ്ചർ ഉണ്ട്. സോ ഡിബഞ്ചർ ഒരു നോൺ കറണ്ട് ലാബിലിറ്റിയിൽ ബോറോയിങ്സിൽ വരുന്ന ഒരു സംഭവമാണ്. സോ അതിന് ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ട് 85,000 ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. ഓക്കെ, ഇത് രണ്ടും മാത്രമേ ഏത് സൈഡിൽ ഉണ്ടാവും, ലാബിലിറ്റി സൈഡിൽ ഉണ്ടാവുള്ളൂ. ഒന്ന് ഷെയർ ക്യാപിറ്റൽ 1,75,000, ഡിബഞ്ചർ 85,000. ഇനി നമ്മൾ അസറ്റ് സൈഡിൽ വരിക, പാറ്റന്റ് ആണ്. ഓർഡറിൽ തന്നെ എഴുതണേ. ആദ്യം ഇതൊക്കെയാണ് വരിക, പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെയാണ് ആദ്യം വരിക. നിങ്ങൾ ആ ഓർഡറിൽ തന്നെ എഴുതുക. ആദ്യം നമ്മുടെ ടാഞ്ചിബിൾ അസറ്റായ പ്ലാന്റ് ആൻഡ് മെഷീനറി കാണിക്കണം. പ്ലാന്റ് ആൻഡ് മെഷീനറി 56,000, ഒരു മാറ്റമില്ല, 56,000 വരും. പിന്നെ വരുന്ന നമ്മുടെ ഓക്കെ, ഈ എൻട്രി നോക്കിയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ ഇൻടാഞ്ചിബിളാ വരിക, പാറ്റന്റ് എഴുതുമ്പോൾ 1,50,000 ഈ 85,000 മൈനസ് ചെയ്തിട്ട് 65,000 വരും. മൈനസ് ചെയ്തിട്ട് വേണം എഴുതാൻ. ഡെബിറ്റിൽ 1,50,000, ക്രെഡിറ്റിൽ 85. സോ ഇത് രണ്ടും മൈനസ് ചെയ്യുക, യു വിൽ ഗെറ്റ് 65,000. ബാക്കി എല്ലാം ആസ് യൂഷ്വൽ. സ്റ്റോക്കിൽ ഇത്രയും ഉണ്ടാവും. സ്റ്റോക്ക് ഇവിടെ എഴുതണം, ഡെറ്റർ ഇവിടെ എഴുതണം, ക്യാഷ് ഇവിടെ എഴുതണം. ക്യാഷ് അക്കൗണ്ട് ഞാൻ വരഞ്ഞ് കാണിച്ചാൽ ഓക്കെ. ഓക്കെ, ഇനി ക്യാഷ് അക്കൗണ്ട് വരയുന്നത് നോക്കിക്കോ. ഈ എൻട്രി മയക്കുവാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് ക്ലോസ് ആയിട്ടുണ്ട്, റൈറ്റ്? ഇവിടത്തേക്ക് നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ ഈ ക്ലോസ് അല്ല, ഇടത്തേക്ക് എഴുതിയിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി എഴുതിയിട്ടുണ്ട്, സ്റ്റോക്ക് എഴുതിയിട്ടുണ്ട്, ഡെറ്റർ എഴുതിയിട്ടുണ്ട്. ക്യാഷ് അവിടെ വെച്ചോ. ക്രെഡിറ്റർ ക്ലോസ് ആയിട്ടുണ്ട്, ക്യാപിറ്റൽ റിസർവും ക്ലോസ് ആയിട്ടുണ്ട്, റൈറ്റ്? ക്യാപിറ്റൽ റിസർവിന്റെ ബാക്കി എടുത്തിട്ടാണ് പേറ്റന്റ് റൈറ്റ് ഓഫ് ചെയ്തത്. ലിക്വിഡേറ്റേഴ്സ് ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ എഴുതിയിട്ടുണ്ട്, ഷെയർ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ എഴുതിയിട്ടുണ്ട്. ക്രെഡിറ്റർ ക്ലോസ് ആയിട്ടുണ്ട്, ക്യാഷ് ഈസ് ദർ, ഇത് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ആയിട്ടുണ്ട്, ഇവിടെ ഇട്ടിട്ടുണ്ട്. ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഇല്ല, ക്യാഷ് ഇവിടെ ഉണ്ട്. ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഇല്ല, പേറ്റന്റ് എഴുതി.
ഇങ്ങനെയൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് ചെയ്യണം. ഓരോന്നും എടുത്തിട്ട് ഇത് ഇങ്ങോട്ട് എഴുതിനോ ഇത് ക്ലോസ് ആയിനോ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. പാറ്റന്റ് ക്ലോസ് ആയിട്ടില്ല, ബട്ട് പാറ്റന്റിൽ എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ട്. സോ അതിന്റെ ഡിഫറൻസ് 65. പ്ലാന്റ് ആൻഡ് മെഷീനറി ഇല്ല, വേറെ എവിടെയും ഇല്ല. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി 56 ആയിരിക്കും. സ്റ്റോക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. സോ സ്റ്റോക്കിന്റെ വാല്യൂ 50,500 ആയിരിക്കും. ഡെറ്റർ വേറെ എവിടെയും ഇല്ല. സോ ഡെറ്ററിന്റെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എഴുതേണ്ട വാല്യൂ 68,500 ആയിരിക്കും. ക്യാഷ് അക്കൗണ്ട് വരേണ്ടതുകൊണ്ട് അവിടെ വെച്ചു. ക്രെഡിറ്റർ 2 ഒരു ക്രെഡിറ്റർ ഇത്ര വന്നിട്ടുണ്ട്. സോ അത് തന്നെ ഇവിടെ ബൈയിൽ വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ്. ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. സോ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ക്ലോസ് ആയിട്ടുണ്ട്. അതിനെ പേറ്റന്റിലോട്ട് ഇട്ടിട്ടുണ്ട്. സോ ക്യാപിറ്റൽ റിസർവ് വരുന്നൊക്കെ ഞാൻ ക്ലോസ് ചെയ്തു. ലിക്വിഡേറ്റേഴ്സ് ഓഫ് മഞ്ജു ഇവിടെയും വന്നു. സോ ഞാൻ ക്ലോസ് ചെയ്തു. ഷെയർ ക്യാപിറ്റൽ ഈ 2 ഷെയർ ക്യാപിറ്റലും ഞാൻ ഇവിടെ കാണിച്ചു. ബാങ്ക് ഇസ് ദെയർ, വി വിൽ ഡ്രോ ആൻ അക്കൗണ്ട്. ഇവിടെ നമ്മൾ അക്കൗണ്ട് വരെയും 7% ഡിബഞ്ചർ നമ്മൾ ബാലൻസ് ഷീറ്റിലോട്ട് ഇട്ടതും ക്ലോസ് ആയില്ല. ബാലൻസ് ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ക്യാപിറ്റൽ റിസർവ് ക്ലോസ്. ക്യാഷ് അക്കൗണ്ട് വരെയും പാറ്റന്റ്, ഇവിടെ ഒരു പാറ്റന്റ് ഡിഫറൻസ് അവിടെ എഴുതും. ഓക്കെ, ഇങ്ങനെയൊക്കെ വേണം എഴുതാം. കറണ്ട് വന്നിട്ടുണ്ട്. നൗ വി വിൽ ഡ്രോ ക്യാഷ് അക്കൗണ്ട്. സോ ഒന്നാമത്തെ ഇവിടെ വരെയാണേ. ഇത് കാണുന്നുണ്ട് ആ ഭാഗം, നോക്കട്ടെ. ക്യാഷ് അക്കൗണ്ട് വരെയാണ് ഇത്. ഓപ്പണിംഗ് ബാലൻസ് 2000. ക്യാഷ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഇവിടെ എഴുതണം. ഓക്കെ, ഇനിയോ 2000 2500 2500 ആണോ? 2000 അല്ലേ? ഓക്കെ, 2000. നെക്സ്റ്റ് വേറെ എവിടെയാണ് ക്യാഷ് വരുന്ന? ക്യാഷ് ഇട്ട ഇവിടെ. ക്യാഷ് ആൻഡ് ബാങ്ക് ഒരുപോലെ എഴുതി. ടു ഷെയർ ക്യാപിറ്റൽ 1,00,000. ദെൻ ടു ക്യാഷ്. സോ പോവുക ചെയ്ത ക്രെഡിറ്ററിന് പേയ്മെന്റ് കൊടുക്കുക ചെയ്ത. സോ ക്യാഷ് പോകുന്നു. ബൈ സൺട്രി ക്രെഡിറ്റർ 79,500. ഓക്കെ, ഇനി അവിടെ കാണുന്നുണ്ടോ ഞാൻ എഴുതിയ? ഇനി ഇവിടെ ഒരു ക്യാഷ്, ടു ക്യാഷ് ആണ്. സോ ക്യാഷ് പോയിട്ടുണ്ട് എന്ന് അർത്ഥം. ലിക്വിഡേഷൻ എക്സ്പെൻസ് പേ ചെയ്തതാണ്. സോ ഇവിടെ ബൈ ക്യാപിറ്റൽ റിസർവ് 2,500. ഇനി എന്തേലും ഉണ്ടോ? തീർന്നില്ലേ? ഓക്കെ, ഇനി നിങ്ങൾ അത് ചെയ്ത് നോക്കിയാട്ടെ എത്ര കിട്ടുന്നത് നോക്ക്. ഓക്കെ, അത് ബാലൻസ് ചെയ്താൽ 20,000 കിട്ടും. ടെക്സ്റ്റ് ബുക്കിൽ എന്തോ ഒന്നും എഴുതി കാണുന്നില്ല. എനിവേ ഇത് കറക്റ്റ് ആണ്. സോ യു വിൽ ഗെറ്റ് 20,000 ബാലൻസ്. ഇവിടെ വരും ബാലൻസ് 20,000. സോ ബൈ ബാലൻസ് 20,000. സോ ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ട ക്യാഷിന്റെ ബാലൻസ് 20,000. ഓക്കെ, സോ നമ്മളെല്ലാം എഴുതിയിട്ടുണ്ട്. ഇത് ടാലി ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന് ടാലി ആക്കി നോക്കുക. ഓക്കെ, അപ്പം ഇത് രണ്ടും വരും ലാബിലിറ്റി സൈഡിൽ. സോ അസറ്റ് സൈഡിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി, പാറ്റന്റ്, സ്റ്റോക്ക്, ഡെറ്റർ ആൻഡ് ക്യാഷ് 20,000. സോ ഇത് ടാലി ആവും. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ കൊടുത്തേക്കാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ സമയത്ത് എപ്പോഴും നോക്കണം, പിന്നെ എന്തിനാണ് ഇത് റീകൺസ്ട്രക്ട് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ വ്യത്യാസങ്ങളുണ്ട്. ഗുഡ് വില്ലൊക്കെ ഇട്ട് കാണാം. ഒന്നും ബോധർ ചെയ്യണ്ട, ഗുഡ് വിൽ എഴുതണ്ട. നമ്മൾ ഇവിടെ എന്താ നോക്കിയിട്ട് എൻട്രി പാസ് ചെയ്താൽ ഒരു എൻട്രി നമുക്ക് ലാഭിക്കാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. ഗുഡ് വില്ലിനെ വെറുതെ പിടിച്ച് വലിച്ച് ഈ ഒരു സംഭവത്തിലോട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഗുഡ് വില്ല് എഴുതാണ്ടിരുന്നത്. സോ തെറ്റാന്ന് വിചാരിക്കേണ്ട, ശരിയാണ്. സോ യു ക്യാൻ ഫോളോ ദിസ് മെത്തേഡ് ഓൾസോ.